കൊന്നിച്ചോ മിനസാൻ നാനോ മിഷിൻ്റെ എപ്പിസോഡ് 43ൻ്റെ മലയാളം മാൻഹോ എക്സ്പ്ലനേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു കഴിഞ്ഞ വീഡിയോക്ക് 1.5K ലൈക്സ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു ലോങ് വീഡിയോ ഞാൻ ചെയ്യുമെന്ന്. എന്നാൽ ഞാൻ ഈ വീഡിയോ ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്നിടത്ത് 1.4K ലൈക്സ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ബട്ട് സ്റ്റിൽ നിങ്ങൾ എന്തായാലും ആ ഒരു ടാർഗറ്റ് നാളത്തേക്കുള്ളിൽ അച്ചീവ് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് എന്തായാലും ഞാൻ ഇന്ന് 4 ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് വേണ്ടി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല, കഴിഞ്ഞൊരു വീഡിയോ അടുത്ത് നമ്മുടെ ദി കിങ് ഓഫ് ഹെൽ എന്ന് പറഞ്ഞ ബ്രോ നമുക്ക് 100 റുപ്പീസ് സൂപ്പർ താങ്ക്സ് ചെയ്തിരുന്നു. നമ്മുടെ കിങ് ഓഫ് ഹെൽ എന്ന് പറഞ്ഞ ബ്രോനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. കാര്യം പുള്ളിക്കാരൻ നമ്മുടെ സ്ഥിരം സപ്പോർട്ടാണ്. ആൻഡ് എൻ്റെ ഹൃദയം നിറഞ്ഞൊരു താങ്ക്സ് ഞാൻ ബ്രോയ്ക്ക് നൽകുവാണ്. സോ ഇനിയൊന്നും പറഞ്ഞ് ഞാൻ ആരെയും ബോധിപ്പിക്കുന്നില്ല. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കുട്ടികളാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ താഴത്തെ ആ ഒരു ഹൈ ബട്ടൺ ഉണ്ടല്ലോ അതും കൂടെ അമർത്താൻ മറക്കണ്ട. സോ നമുക്ക് നേരെ തന്നെ ചാപ്റ്ററിലേക്ക് കടക്കാം. അങ്ങനെ ഈ ചാപ്റ്റർ തുടങ്ങാൻ നേരത്ത് നമ്മുടെ റോയൽ ബോഡി ഗാർഡ്സിൻ്റെ ആ ഒരു ക്വാർട്ടേഴ്സാണ് കാണാൻ സാധിക്കുന്നത്. ഇതാട്ടെ നമ്മുടെ പെട്രേജിൻ്റെ വലത്തെ സൈഡിലാണ് സ്ഥിതി ചെയ്യുന്നതും. പിന്നെ കാണാൻ സാധിക്കുന്നത് നമ്മുടെ ഹെഡ് റോയൽ ബോഡി ഗാർഡിൻ്റെ ആ ഒരു ഓഫീസാണ്. അതിൻ്റെ അകത്ത് സാർ മായും പിന്നെ ലീ ഇരിപ്പുണ്ടായിരുന്നു. ഇതേ സമയം തന്നെ ലീ പറയുകയും ചെയ്യും. ആൻഡ് ഇതൊക്കെയാണ് അവിടെ സംഭവിച്ചത്. അപ്പോൾ നീ പറയുന്നത് ശരിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്ര നാൾ കാത്തിരുന്ന ആ ഒരു വ്യക്തി മൈനർ പ്രീസ്റ്റ് ആണല്ലേ. ഇതേ സമയം തന്നെ സാർലി മനസ്സിൽ പറയുന്നുണ്ട്, സാർ മായുടെ ആ ഒരു റിയാക്ഷൻ കംപ്ലീറ്റ്ലി കുറച്ച് സ്ട്രേഞ്ച് ആണല്ലോ. ഞാനിപ്പോൾ പറഞ്ഞത് സോഡ് ഡീമൻ്റെ ആ ഒരു വിസ്ഡം പാസ് ഓൺ ചെയ്യപ്പെടുന്ന ഒരാളെ പറ്റിയാണ്. എന്നിട്ട് പോലും അദ്ദേഹം കംപ്ലീറ്റ്ലി കാമാണ്. ഇതെന്തോ പ്രശ്നമുണ്ടല്ലോ. സാർലി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദി 6 ബെർസെറക് സേബർ വാരിയേഴ്സ്. അല്ല, അതെന്താണ്, ആ പേര് കാരണമാണോ? ഇനി ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നമ്മൾ മീറ്റിംഗിൽ റിവീൽ ചെയ്ത കുറച്ച് കാര്യങ്ങളായിരുന്നു. ആ മാർഷൽ ആർട്സിലെ, അതായത് ദി 6 ബെർസെറക് സേബർ വാരിയേഴ്സ് കാരണമാണ് എൽഡർ ഹാങ്ങിൻ്റെ ആ ഒരു കൈയും പിന്നെ സർ സിയോപങ്ങിൻ്റെ ആ ഒരു കണ്ണും നഷ്ടപ്പെട്ടത്. ഞങ്ങൾ സെജാങ്ങിലേക്ക് അറിവ് ചെയ്തപ്പോൾ അത് കംപ്ലീറ്റ്ലി സീക്രസി ആയിട്ടാണ് മുന്നോട്ട് പോയത്. അതായത് ഒരാൾക്ക് പോലും ഞങ്ങളുടെ ഒരു മൂവ് പോലും അറിഞ്ഞുകൂടായിരുന്നു. പക്ഷേ എങ്കിലും അവരവിടെ പാത്തിരിക്കുമായിരുന്നു ഞങ്ങളെ ആംബുഷ് ചെയ്യാനായിട്ട്. അവർക്ക് കൃത്യമായി അറിയായിരുന്നു ഞങ്ങൾ ആ വഴിയാണ് വരുന്നതെന്ന്. അവർ സ്ട്രോങ്ങും ആയിരുന്നു, അവരുടെ എണ്ണവും വളരെയധികം കൂടുതലായിരുന്നു. എന്നാൽ നമ്മുടെ കൾട്ടിലെ ഏറ്റവും സ്ട്രോങ്സ്റ്റ് വാരിയേഴ്സ് അന്ന് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം പിടിച്ചു നിൽക്കാനായിട്ട് സാധിച്ചു. എന്നാൽ കുറച്ച് സമയത്തിന് ശേഷം ശരിക്കും ഇൻക്രെഡിബിൾ പവർഫുൾ ആയുള്ള കുറച്ചധികം മാർഷൽ ആർട്ടിസ്റ്റ് അവിടേക്ക് അപ്പിയറായി. അതിൻ്റെ അകത്ത് ഒരാൾ ഒരു സോ ടെക്നിക്ക്, മറ്റൊരാൾ ഒരു പ്ലാം ടെക്നിക്കും പിന്നെ ഒരു ക്ലോ ടെക്നിക്കുമാണ് യൂസ് ചെയ്തത്. അവരെ കണ്ടിട്ട് ഈ 6 ബെർസെറക് സേബർ വാരിയേഴ്സിൻ്റെ ആ ഒരു ലീഡിംഗ് ആയിട്ടുള്ള 3 പേരായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അവർ നമ്മുടെ ക്യാപ്റ്റൻ റാങ്കിലുള്ള വാർഡൻ റാങ്കിലുള്ള വാരിയേഴ്സിനെ കംപ്ലീറ്റ്ലി ഈസി ആയിട്ട് തന്നെ ഡിഫീറ്റ് ചെയ്തു. ഈവൻ നമ്മുടെ എൽഡേഴ്സിനെ പോലും ഒറ്റയ്ക്ക് അവരോട്ട് നേരിട്ട് ഫൈറ്റ് ചെയ്യാൻ സാധിച്ചില്ല. അവരെല്ലാവരും ടീമപ്പ് ചെയ്തിട്ട് ശേഷമാണ് അവരെ ഡിഫീറ്റ് ചെയ്യാനായിട്ട് നോക്കിയത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മളവിടെ പിടിച്ചു നിന്നിരുന്നു. എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് 7th എൽഡറിനെ അവർ കൊന്നത്. അതിനുശേഷം നമ്മുടെ കൺട്രോൾ തെറ്റിയപ്പോൾ എൽഡർ ഹോങ്ങിൻ്റെ ആ ഒരു കൈയും അവർ മുറിച്ചെടുത്തു. അതിനുശേഷം എല്ലാം തന്നെ തകർന്നു മറിഞ്ഞു. ഏറ്റവും ഒടുവിൽ ഞാനും പെട്രേച്ചും കളത്തിലേക്ക് ഇറങ്ങി. ഞാൻ ഫൈറ്റ് ചെയ്തത് ആ ഒരു സോഡ് മാസ്റ്ററോട്ടായിരുന്നു. ആൻഡ് അവനുമായിട്ട് ഫൈറ്റ് ചെയ്തപ്പോൾ എനിക്കൊരു കാര്യം ഉറപ്പായി. ആ ഒരു സോഡ് ടെക്നിക്കും ആ ഒരു ക്ലോ ടെക്നിക്കും ആ ഒരു പ്ലാം ടെക്നിക്കും ഇതെല്ലാ മൂവ്മെൻറ്റ്സും ആ ഒരു ബോഡിനെ എക്സ്ട്രീം സ്ട്രെയിനിലേക്ക് എത്തിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ആ ടെക്നിക്സ് മുഴുവൻ ഡിറൈവ് ചെയ്തിട്ടുള്ളത് ഒരേ ഒരു മാർഷൽ ആർട്ടിസ്റ്റിൽ നിന്നും പറഞ്ഞുകൊണ്ട് അവൻ്റെ ഉടുപ്പൂരി കാണിക്കാൻ നടത്തി അവൻ്റെ ശരീരത്ത് ഒത്തിരിയധികം സ്കാർസ് ഉണ്ടായിരുന്നു. അല്ല, ഇതെല്ലാം സ്ലൈസ് മാർക്സ് ആണല്ലോ, സ്റ്റാർ മാർക്സും അല്ല. അതിലുപരി ഇത് കണ്ടിട്ട് ഇത് ബെർസെറക് സേബർ ഗോഡിൻ്റെ ടെക്നിക്ക് പോലെ ഉണ്ടല്ലോ. ഈവൻ എൻ്റെ എജിലിറ്റി ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് പോലും അവരുടെ കോഡിഫൈങ് ഉള്ള ഫൈറ്റിംഗ് ഫോംസ് എനിക്ക് ഡോട്ട് ചെയ്യാനായിട്ട് സാധിച്ചില്ല. എന്തായാലും എനിക്ക് ഒരു കാര്യം ഉറപ്പാണ്, അവിടെ അവർ സോഡിന് പകരം സേബറാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ചിൽഡ്രൻ്റെ അവസ്ഥ കണ്ടില്ലേ, അത് തന്നെയായിരിക്കും എനിക്ക് ഉണ്ടാകേണ്ടിയിരുന്നത്. പിന്നെ കാണിക്കുന്നത് അന്നേ ദിവസം വൈകുന്നേരം 8 മണിയായിട്ടുണ്ട്. ആ ഒരു ഗ്രാൻഡുള്ള ബോങ്കറ്റ് ഹാളാണ്. അവിടെയാട്ടെ നമ്മുടെ പെട്രേച്ചും ബാക്കിയുള്ളവരെല്ലാവരും തന്നെ നിപ്പുണ്ടായിരുന്നു. ഇതേ സമയത്ത് തന്നെ ഇവൻ പറയും ചെയ്യും, ഇത്രയധികം സ്ഥലം ഉണ്ടായിട്ട് ഞാൻ ഇവൻ്റെ മുന്നിൽ വരെ വന്നിരുന്നല്ല. അല്ല, ഈ കളേഴ്സൊക്കെ അടിപൊളിയാണല്ലേ, നന്നായിട്ട് ചെയ്യുന്നുണ്ട്, എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടെന്ന് നമ്മുടെ ഹോൻ പറയുകയും ചെയ്യും. ഈ സമയത്താണ് അവർ വിളിച്ചു പറയുന്നത്. ഗസ്റ്റൊക്കെ മുന്നിലേക്ക് വരുന്നു. പിന്നെ കാണിക്കുന്നത് 6th അഡപ്റ്റിലെ മുറി മലയൻസിൻ്റെ ലീഡറായിട്ടുള്ള 17th അഡപ്റ്റ് ആയിട്ടുള്ള നമ്മുടെ മൗണ്ട് ഹോസ് സെക്ടിൻ്റെ ചീഫായിട്ടുള്ള ചിയോങ് ഉങ് പങ്ങാണ്. അതിനുശേഷം 7th അഡപ്റ്റിൽ തന്നെ മുറി മലയൻസിൻ്റെ 17th അഡപ്റ്റിലെ മറ്റൊരാൾ അവിടേക്ക് വരുന്നുണ്ടായിരുന്നു. അവനായിട്ട് ഹൗസ് മൊയോങ്ങിലെ ഗാങ് മൊയോങ് ആയിരുന്നു. അതിനുശേഷം മറ്റൊരാൾ അവിടേക്ക് നടന്നു വരുന്നുണ്ട്. ഇതേ സമയം തന്നെ നമ്മുടെ ഗാങ് ആ ഒരു വ്യക്തിയോട് എന്തോന്ന് പറയും.
അതിനുശേഷം അവൾ വീണ്ടും മുന്നിലേക്ക് നടന്നു. റൈച്ചസ് ഫാക്ഷനുള്ള മുറുമലൻസിനെ റെപ്രസെന്റ് ചെയ്യാനാണ് ഞാൻ ഇവിടേക്ക് വന്നിട്ടുള്ളത്. ഞാൻ ദി ഗ്രേറ്റ് പെട്രിയാച്ച് ആയിട്ടുള്ള ഡിമോണിക്കലിലെ ആ ഒരു പെട്രിയാച്ചിനെ ഇവിടെ ഗ്രീറ്റ് ചെയ്യുന്നു. അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന മുറുമലൻസിലെ എല്ലാവരും തന്നെ ബോ ചെയ്യുന്നുണ്ട്. എല്ലാവരെയും ഞാൻ ഇവിടേക്ക് വെൽക്കം ചെയ്യുന്നു. നിങ്ങളിവിടെ ഉള്ളത് ഞങ്ങളുടെ ഒരു സന്തോഷമാണ്. പക്ഷേ ആ സമയത്ത് അവരെല്ലാവരും ഒന്ന് തുറച്ചു നോക്കി. അതായത് അവർക്ക് മനസ്സിലായില്ല എന്ന് പെട്രിയാച്ച് എന്താണ് ഈ പറഞ്ഞു വരുന്നതെന്ന്. സ്വന്തം മുഖം പോലും കാണിക്കാത്ത മുറുമലൻസിന്റെ റെപ്രസെന്റേറ്റീവിനെയാണോ അവരിവിടേക്ക് അയച്ചത്? അയ്യോ, എന്നോട് ക്ഷമിക്കണം, ഞാനത് ഓർത്തില്ല. സത്യം പറഞ്ഞാൽ എൻ്റെ മാനേഴ്സ് ഇത് എവിടെ പോയെന്ന് പറഞ്ഞോട് അവളാട്ടെ ആ ഒരു മുഖംമൂടി അഴിക്കുന്നുണ്ട്. മുഖംമൂടിയല്ല, ആ ഒരു തൊപ്പി അഴിക്കുന്നുണ്ട്. അടുത്ത സെക്കൻഡ് തന്നെയാണ് അവളുടെ ഫേസ് അവിടെ റിവീൽ ആകുന്നത്. വളരെ സുന്ദരിയായ ഒരു പെണ്ണായിരുന്നു. അവളെ കണ്ടപ്പോൾ തന്നെ ബാക്കി എല്ലാവരും അവിടെ അത്ഭുതപ്പെട്ടു പോയി. അവളുടെ ഭംഗി കാരണം അവിടുത്തെ കൂരിരുട്ട് തന്നെ പകലായി മാറിയിരുന്നു. ഇതേ സമയം തന്നെ ഗാങ് പറയുകയും ചെയ്യും, ഒറ്റ നോട്ടത്തിൽ തന്നെ എല്ലാം വെള്ളവർക്കം നോക്കിയേ, കണ്ട് മഞ്ഞളിക്ക്. ഇത് ചൈനയിലെ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വുമണാണ്. നായകളെ, അല്ല ഇതിനു മുമ്പ് ഇത്രയും ഭംഗിയുള്ള ഒരാളെ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? സത്യമാണല്ലേ, എന്ത് സുന്ദരിയാണ് അവൾ. പെട്ടെന്ന് ഒരുത്തന്നെ അവിടെ കൈയടിക്കുന്നുണ്ട്. അവർ നമ്മെ നോക്കിയെന്ന് തോന്നുന്നു. ഗ്രീറ്റിംഗ്സ് പെട്രിയാച്ച്, ഞാൻ സോങ് ഹോ ജിഗൽ. ഞാൻ സെക്കൻഡ് സ്ട്രാറ്റജിസ്റ്റ് ഓഫ് ദി മുറിം അലയൻസ് ആണ്. എൻ്റെ റൂട്ട്നെസ്സിന് എന്നോട് ക്ഷമിക്കണം. അപ്പോൾ അലയൻസ് ഇവിടേക്ക് അയച്ചിട്ടുള്ളത് അത്രമേൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല ഗസ്റ്റിനെയാണ്. ഞാൻ നിങ്ങളെല്ലാവരെയും ഇവിടേക്ക് ക്ഷണിക്കുന്നു. ഡിമോണിക് കൾട്ടിലേക്ക് ഞാൻ നിങ്ങളെ എല്ലാവരെയും ക്ഷണിക്കുന്നു. പെട്രിയാച്ച്, താങ്ക് യു ഫോർ യുവർ ഹോസ്പിറ്റാലിറ്റി. നമുക്കെന്തായാലും കഴിച്ചുകൊണ്ട് തന്നെ തുടങ്ങാം. കുറെ നേരമായില്ലേ ഇതെല്ലാം ഇവിടെ വിളമ്പി വെച്ചിട്ട്. സർപങ്, അവരിയ്ക്കേണ്ട സ്ഥലം കാണിച്ചു കൊടുക്കൂ. അതിനുശേഷം അവരെല്ലാവരും പല പല സ്ഥലത്തേക്ക് പോവുകയും ചെയ്യും. ഈ സമയത്ത് ഓരോ എൽഡേഴ്സ് ആയിട്ട് അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഗ്രീറ്റിംഗ്സ്, ഞാൻ 9th എൽഡർ ആയിട്ടുള്ള ഉയിസമ. ഞാൻ വരുന്നത് ഡിമോണിക് വാരിയർ കൾട്ടിൽ നിന്നാണ്. ഗ്രീറ്റിംഗ്സ്, ഞാൻ 10th എൽഡറായുള്ള മൂഹ്വ ഇയോൺ. ഞാൻ വരുന്നത് ഡിമോണിക് വാരിയർ കൾട്ടിൽ നിന്നാണ്. ഇതേ സമയം തന്നെ പിന്നെ നമ്മുടെ ഉയ്ഹാന് വേണ്ടിയിട്ട് പറയുകയും ചെയ്യും. ഗ്രീറ്റിംഗ്സ്, ഞാൻ 11th എൽഡറാണ്. ഞാൻ വരുന്നത് ഡിമോണിക് വാരിയർ കൾട്ടിൽ നിന്നാണ്. അപ്പോൾ അലയൻസിൽ നിന്ന് കണക്ഷൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടിയ ഇൻഫോർമേഷൻ എല്ലാം ശരിയാണ്. കേട്ട പലരും ഇവിടെയുണ്ട്. ഇതേ സമയത്താണ് ഇയോൺ സംസാരിക്കാനായിട്ട് തുടങ്ങിയത്. ഗ്രീറ്റിംഗ്സ്, ഞാൻ ഡിമോണിക് വാരിയർ കൾട്ടിലെ 12th എൽഡറിൽ അതേപോലെ തന്നെ മൈനർ പ്രീസ്റ്റുഡാണ് ഇയോൺ ചിയോൺ. ഞാൻ മുറിമലൻസിലെ എല്ലാവരും തന്നെ ഇവിടേക്ക് ക്ഷണിക്കുന്നു. എന്ത്, മൈനർ പ്രീസ്റ്റോ? ഞാൻ ഇതിനെപ്പറ്റി കേട്ടിട്ടില്ലല്ലോ. മൈനർ പ്രീസ്റ്റ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഇവിടെ ഉണ്ടെന്ന്. അപ്പോൾ റൂമേഴ്സൊക്കെ ശരി തന്നെയായിരുന്നല്ലേ? അവനെ കണ്ടിട്ട് 20 വയസ്സോളം ആയിട്ടുള്ളൂ. എന്നാൽ ഒരു എൽഡറിന്റെ പൊസിഷനിലേക്ക് അവൻ ഉയർന്നിരിക്കുന്നു. അത് മാത്രമല്ല, ഓബിഗിനെ ഞാനിവിടെ കാണുന്നില്ലല്ലോ, ആ പേഴ്സൺ സ്റ്റാഫ്. അത് മാത്രമല്ല, സാധാരണ കാണുന്ന കുറച്ചധികം പേരും ഇവിടെ മിസ്സിംഗ് ആണ്. അപ്പോൾ കൾട്ട് അവരുടെ ഉള്ളിലെ പരിപാടിയൊക്കെ തുടങ്ങിയിരുന്നു. പവർഫുൾ ആയുള്ള പലരും ഇവിടെ ഉണ്ട്. അത് മാത്രമല്ല, ചെറുപ്പക്കാരായിട്ടുള്ളവരും. ഇതേ സമയം അവിടെ ഉണ്ടാകുന്നവരുത്തൻ പറയും ചെയ്യും, അല്ല ഇതെന്താണ് ഇവനെ പോലെ മോസ്റ്റർ ഇവിടെ ചെയ്യുന്നത്? അതേസമയം തന്നെ ദൂരത്ത് ഒരാൾ ഇതെല്ലാം കണ്ടുകൊണ്ട് ഇരിപ്പുണ്ടായിരുന്നു. അതേസമയം അവന് പറയുകയും ചെയ്യും, ഈ എൽഡേഴ്സ് മാത്രം പോരാ, അവൻ എന്തായാലും ഇതിന് പെർഫെക്റ്റ് ആണ്. അടുത്ത സെക്കൻഡ് തന്നെ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു പാത്രങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടിക്കാൻ നേരത്ത് തന്നെ അവളാട്ടെ പെട്ടെന്നൊന്ന് ഞെട്ടി. അതിനുശേഷം അവൾ അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് നേരെ നമ്മുടെ ഇയോൻ്റെ അടുത്തേക്ക് പോയി. എൽഡർ ഇയോൺ, ഞാൻ താങ്കളുടെ കൂടെ ഇരുന്നോട്ടെ. ഈ സമയത്ത് അവർ കംപ്ലീറ്റ്ലി ഒന്ന് സർപ്രൈസ് ആയിപ്പോയി. ഈ സമയത്ത് ഉയ്ഹാനും പറയും ചെയ്യും, ഹലല്ലേ ഇതെന്ത് പറ്റി? ഈവൻ മുറിമലൻസുള്ളവർക്ക് പോലും അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ലായിരുന്നു. അടുത്ത സെക്കൻഡ് തന്നെ അവളാട്ടെ അവിടെ ഇരിക്കുകയും ചെയ്യും. ഇവളെ കണ്ടിട്ട് നന്നായിട്ട് കുടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ കള്ളിൻ്റെ മണവും വരുന്നില്ല. ഇവളെങ്ങാനും ഇന്റർണൽ എനർജി യൂസ് ചെയ്ത് അത് ബ്ലോക്ക് ചെയ്യുവാണോ? മൈനർ പ്രീസ്, ഞാൻ സത്യം പറഞ്ഞാൽ താങ്കൾക്ക് വേണ്ടി കാത്തിരിക്കുമായിരുന്നു. അല്ല ഇവളെന്താണ് ഈ കാണിക്കുന്നത്? പെട്ടെന്ന് ഇവന്റെ കയ്യിൽ കയറി അവൾ പിടിക്കേ. പക്ഷേ ഇവളുടെ അത് തട്ടി മാറ്റിയിട്ട് ഒരു ഗ്യാപ്പ് സൃഷ്ടിക്കും. എന്നാൽ അടുത്ത സെക്കൻഡ് തന്നെ ആ ഗ്യാപ്പ് അവൾ വീണ്ടും ഫീൽ ചെയ്തു. ഇതൊന്നും എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. പെട്ടെന്നാണ് അവനൊരു കാര്യം ശ്രദ്ധിച്ചത്. എന്നാൽ അടുത്ത സെക്കൻഡ് തന്നെ ആ ഒരു വ്യക്തി അവൻ്റെ ആ ഒരു സൗണ്ട് അവിടെ ഉണ്ടാക്കുന്നുണ്ട്. പെട്ടെന്ന് അവൾ അവിടെ ഉണ്ടായിരുന്ന 2 ചോപ്സ്റ്റിക്ക് എടുത്തുകൊണ്ട് ഇയോനെ അറ്റാക്ക് ചെയ്യാനായിട്ട് വരുന്നുകൊണ്ട്. പിന്നെ കാണിക്കുന്നത് ഒരു 10 സെക്കൻഡിന് മുമ്പുള്ള കാഴ്ചയാണ്. ഞാനോ സ്ട്രാറ്റജിസ്റ്റ് ജഹിലിനെ ഒന്ന് നോക്കിയേ, അവൾ അഭിനയിക്കുവാണോ അതോ അവൾ ശരിക്കും ഡ്രങ്ങനാണോ? അടുത്ത സെക്കൻഡ് തന്നെ അവളെ സ്കാൻ ചെയ്യുന്നുണ്ട്. സ്കാൻ ചെയ്തതിന് ശേഷം ഞാനോ പറയും ചെയ്യും, ടാർഗറ്റിൻ്റെ പീപ്പിൾ ശരിക്കും ഇറഗുലറായുള്ള മാനറിലാണ് മൂവ് ചെയ്യുന്നത്. ചുരുക്കം പറഞ്ഞ ടാർഗറ്റ് ഇപ്പോൾ ഒരു ഹിപ്നോസിസ് സ്റ്റേറ്റിലാണുള്ളത്. എന്ത് ഹിപ്നോസിസോ?
അതിനെപ്പറ്റിയുള്ള കംപ്ലീറ്റ് ഇൻഫർമേഷൻ എനിക്ക് അയച്ചേ. അത് അയക്കാൻ പോയ സെക്കൻഡിലാണ് പെട്ടെന്ന് അവൾ ഇയോനെ അറ്റാക്ക് ചെയ്യാനായിട്ട് വന്നത്. സ്ട്രാറ്റജിസ്റ്റ് താങ്കൾ എന്ത് കാണിക്കുവാണ്? എന്നാൽ ഇയോൺ വളരെ നിസ്സാരമായി തന്നെ ആ ഒരു അറ്റാക്ക് ഡിഫ്ലക്ട് ചെയ്തു. അവളുടെ കയ്യിൽ നിന്ന് അത് രണ്ടും തെറിച്ച് പോവുകയും ചെയ്യും. അപ്പൊ ഇവളെ ആരോ കൺട്രോൾ ചെയ്യുവാണ് അല്ലേ? അവളാട്ടെ അവിടെ ഒരു ഗ്യാപ്പ് സൃഷ്ടിക്കുന്നത്. ഞാനോ ഇവളപ്പോൾ ഉണർത്താനായിട്ട് എന്തെങ്കിലും മാർഗമുണ്ടോ? ഒന്നെങ്കിൽ അത് തനിയെ എഴുന്നേക്കണം, അല്ലെങ്കിൽ ഒരു ചെറിയ ഇലക്ട്രിക് ഷോക്ക് കിട്ടിയാൽ മതി. അവരുടെ നെർവസ് സിസ്റ്റം ആക്ടിവേറ്റ് ആയത് അത് കംപ്ലീറ്റ്ലി ലിഫ്റ്റ് ആയിക്കോളും. അങ്ങനെയാണോ? എങ്കിൽ അത് തന്നെ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവിടേക്ക് അറ്റാക്ക് ചെയ്യാൻ വന്നപ്പോൾ ഇയാളുള്ള തലയിൽ കയറി പിടിക്കുന്നുണ്ട്. മൈൻഡ് പ്ലീസ്, അത് മതി, ഇനിയൊന്നും ചെയ്യരുത്. അതുകൊള്ളാം, നിങ്ങൾ ഞങ്ങളെ അറ്റാക്ക് ചെയ്യാൻ വന്നതും പോരാ, എന്നിട്ട് നിൽക്കണമെന്ന് ഞങ്ങളുടെയൊക്കെ പറയുന്നോ? ഇതേ സമയം തന്നെ ദൂരത്ത് ഇതെല്ലാം അവന് കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ തന്നെ ഞാൻ വിചാരിച്ചതുപോലെ തന്നെ നടക്കുന്നുണ്ട്. അവിടെ ഒരു കെയോസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. ഞാനോ അവളെ ഷോക്ക് ചെയ്തേക്ക്, അണ്ടർസ്റ്റുഡ് എന്ന് പറഞ്ഞിട്ട് അടുത്ത സെക്കൻഡ് തന്നെ അവളെ കാറിൻ്റെ അടുപ്പിക്കുകയും അവളുടെ ബോധം പോവുകയും ചെയ്യും. മൈനർ പ്ലീസ്, താങ്കൾ എന്താണ് ഈ കാണിക്കുന്നത്? കാര്യങ്ങൾ കുറച്ചുകൂടെ അലമ്പായില്ല. ഇനി എന്തായാലും അടുത്ത ആക്ഷൻ എടുക്കേണ്ടതായിട്ടുണ്ട്. പെട്ടെന്നാണ് അവൾ കണ്ണ് തുറന്നത്. അപ്പോഴേക്കും അവൾ നേരെ താഴത്തേക്ക് വീണ്. സ്ട്രാറ്റജിസ്റ്റ് ജേഗൽ, താങ്കൾ ഓക്കെ അല്ലേ? അല്ല, ഇവിടെ എന്താണ് സംഭവിച്ചത്? ഞാൻ ഒത്തിരിയധികം കള്ളു കുടിച്ചോ? ഹിപ്നോസിസ് അതൊന്നാണ് വർക്കാകാത്തത്. മതി, പേടിക്കേണ്ട കാര്യമില്ല, നമുക്ക് അടുത്ത പ്ലാനിലേക്ക് കടക്കണം. യെസ് സാർ. ഇതേ സമയം തന്നെ അവളെ പതുക്കെ എഴുന്നേൽപ്പിക്കാൻ നേരത്ത് വീണ്ടും ആ പാത്രങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടാൻ നേരത്ത് പെട്ടെന്നാണ് അവനോടെ സ്റ്റക്കായി പോയത്. മൈൻഡ് പ്ലീസ്, താങ്കൾക്ക് എത്ര ധൈര്യം കൊണ്ടിട്ടാണ് സ്ട്രാറ്റജിസ്റ്റിന്റെ മേലെ കൈവച്ചെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഈ ഒന്നെ അറ്റാക്ക് ചെയ്യാനായിട്ട് വന്നു. പക്ഷേ അടുത്ത സെക്കൻഡാണ് അവിടേക്ക് ഒരു സാധനം പറന്നു വന്നത്. അത് മറ്റൊന്നുമല്ലായിരുന്നു, നമ്മുടെ ഹ്വാനായിരുന്നു, എൽഡർ ഹ്വാൻ. അവനായിട്ട് അവൻ്റെ കൈ തിരിച്ച് അവനെ നിലത്തേക്ക് ഇടുകയും ചെയ്യും. അല്ലല്ലേ, നിങ്ങൾ ഞങ്ങളെ ശരിക്കും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നുണ്ടോ എന്നൊരു ഡൗട്ട്. വിട്, എന്നെ വിട്, അവൻ എനിക്ക് കൊല്ലണമെന്ന് പറഞ്ഞപ്പോഴാണ് നമ്മുടെ റിയോൺ വന്ന് അവൻ്റെ അടിച്ച് എൻ്റെ ബോധം കിട്ടി നിലത്തേക്ക് ഇട്ടത്. കുറച്ച് മുമ്പ് വരെ അവൻ കംപ്ലീറ്റ്ലി നോർമലായിരുന്നു. പെട്ടെന്നാണ് അവൻ വയലൻ്റായി മാറിയത്. അതിനർത്ഥം ഇവരെയൊക്കെ കൺട്രോൾ ചെയ്യുന്നവൻ ഇവിടെ തന്നെയുണ്ട്. ഞാനോ ഒറ്റയടിക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഡിസ്റ്റൻ്റ് ആയുള്ള വിസ്പറിംഗ് ടെക്നിക്ക് കംപ്ലീറ്റ്ലി നീ ശ്രദ്ധിച്ചേക്ക്. അഡ്ജസ്റ്റിംഗ് ഫ്രീക്വൻസി. നാശം, അവൻ വീണ്ടും ഇടക്ക് കയറിയില്ലേ? സാർ, നമുക്ക് മറ്റു മാർഗങ്ങളൊന്നുമില്ല. തേർഡ് പ്ലാനിൽ നിന്ന് പറഞ്ഞപ്പോഴാണ് ഇവൻ നേരെ അവിടേക്ക് വന്നത്. കിട്ടിയടാ നിന്നെ. അടുത്ത സെക്കൻഡ് തന്നെ അവനെ കഴുത്തിലേക്ക് കുത്തിപ്പിടിച്ച് പൊക്കിയെടുക്കുന്നുണ്ട്. നീ എന്താണ് ഈ ചെയ്യുന്നത്? അല്ല, നീ എന്താണ് വിചാരിച്ചത് ഞാനിത് കണ്ടുപിടിക്കത്തില്ലെന്നോ? നീ എന്താണ് ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. കേട്ടെന്ന് മെഴുകല്ലേന്നും പറഞ്ഞിട്ട് അവൻ്റെ കഴുത്തിനെ പിടികൂട്ടുകയും ചെയ്യും. പറ, നിന്റെ തേർഡ് പ്ലാൻ എന്താണെന്ന് പറ. അത് കേട്ടപ്പോൾ അവനൊന്ന് ഞെട്ടി. മൈനപ്രിസ്, നിർത്ത്, ഇതെന്താണ് താങ്കൾ കാണിക്കുന്നത്? എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഇന്നസെന്റ് ആയുള്ള ബോഡി ഗാർഡിനെ താങ്കൾ ഹാം ചെയ്യേണ്ട ഒരു കാര്യം പോലും ഇല്ല. സ്ട്രാറ്റജിസ്റ്റ് ജഹൽ, ഇത് താങ്കളുടെ ബോഡി ഗാർഡല്ലേ? പിന്നല്ലാതെ ഇവിടെ വേറെ ആരുടെ ബോഡി ഗാർഡാണുള്ളത്? അപ്പോഴാണ് അവൾക്ക് ആ ബോധം തിരിച്ചു കിട്ടിയത്. അല്ല, അതാരാണ്? പെട്ടെന്നാണ് അവിടെ ഉണ്ടായിരുന്ന മുറുമലൻസ് നമ്മുടെ ഡിമോണിക്കളിലെ എല്ലാവരും ഒന്ന് ഞെട്ടിയത്. അനുജ, നമുക്ക് മറ്റു മാർഗങ്ങളൊന്നുമില്ല. എത്രയും പെട്ടെന്ന് തന്നെ തേർഡ് പ്ലാൻ ആക്ടിവേറ്റ് ചെയ്യണം. ആ സോ ടീമിന്റെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടെത്തണം. അതിനുശേഷം താങ്കൾ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഞാൻ വരും. എന്ത്? സോ ടീമിന്റെയോ? പെട്ടെന്നാണ് ഒരാൾ ക്ലാപ്പ് ചെയ്യുന്ന ശബ്ദം അവിടെ കേട്ടത്. ആ സമയത്ത് തന്നെ അവിടെ ഉണ്ടായിരുന്ന പലരും അനങ്ങാതെ നിൽക്കാനും തുടങ്ങി. അടുത്ത സെക്കൻഡ് തന്നെ അവരെല്ലാവരും പരസ്പരം തല്ലുകൂടാനും തുടങ്ങി. നായ്കൾ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പരസ്പരം ഇടിവെക്കുന്നുണ്ട്. ഇവരെല്ലാവരും തന്നെ ഹിപ്നോസിസ് ചെയ്തിരിക്കുന്നോ? അല്ല, ഇതിന്റെ സോഴ്സ് എന്താണ്? അല്ല, ഇനി ഇവരെങ്ങനെ നേരത്തെ തന്നെ ഹിപ്നോസിസ് ചെയ്യപ്പെട്ട ആൾക്കാരാണോ? പക്ഷേ ഒരു ക്ലാപ്പിലൂടെ ഇവരെല്ലാവരും എങ്ങനെയാണ് ഹിപ്നോസിസ് ചെയ്യാൻ പറ്റുന്നത്? ഇവിടെ എന്തൊക്കെ സംഭവിക്കുന്നുണ്ട്? നീയൊക്കെ എന്ത് നോക്കി നിൽക്കുവാണ്? ഡിമോണിക് കൾട്ട് നമ്മൾ ആക്രമിക്കുന്ന കണ്ടില്ലേ? നമ്മളിവിടെ മാറിയിരിക്കാൻ പോകുവാണോ? അവർ നമ്മളെ വിളിച്ചു വരുത്തിയാണ് അപമാനിച്ചിരിക്കുന്നത്. നമ്മൾ ഇതൊരിക്കലും വിട്ടുകൊടുക്കാൻ പാടില്ല. ഇതേ സമയം തന്നെ ഡിമോണിക് കൾട്ടും ആ ഒരു മുറിമലൻസായിട്ട് ഒരു ഫൈറ്റ് ചെയ്യുന്നതിന് വക്കത്തെത് എത്തുകയും ചെയ്യും. പെട്ടെന്നാണ് ഇവനവിടേക്ക് കടന്നു വന്നത്. നിർത്തു, എല്ലാവരും നിർത്തു, അവരെല്ലാവരും ആരെ ഹിപ്നോസിസ് ചെയ്യുന്നതാണ്. ഹിപ്നോസിസോ? നീ എന്താണ് ഈ പറയുന്നത്? നേരത്തെ ഉണ്ടായ സ്ട്രാറ്റജിസ്റ്റ് ജഹലിന്റെ കാര്യം അതുപോലെയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. മുറിമലൻസും ഞങ്ങളുടെ കാലത്തും തമ്മിൽ എന്തോ വഴക്കുണ്ടാക്കാൻ വേണ്ടി മനഃപൂർവ്വം ആരോ ചെയ്യുന്ന കാര്യമാണ്. അപ്പം മൈൻഡ് പ്രീസ്, താങ്കൾ എന്താണ് ഇവിടെ സജസ്റ്റ് ചെയ്യുന്നത്? ഹിപ്നോസിസ് ചെയ്യപ്പെടാത്ത എല്ലാ എൽഡേഴ്സും ഗസ്റ്റും എല്ലാവരും തന്നെ നമ്മൾ ബാക്കിയുള്ളവരെ സ്റ്റോപ്പ് ചെയ്യേണ്ടതാണ്. ഈ ഫൈറ്റ് നമ്മൾ ഇപ്പം തന്നെ സ്റ്റോപ്പ് ചെയ്യേണ്ടതാണ്. അല്ല, അപ്പം ഈ ഹിപ്നോസിസ് ചെയ്യപ്പെട്ടവരെന്ത് ചെയ്യും? അതോ അതിനെപ്പറ്റി നിങ്ങൾ വിഷമിക്കണ്ട, ആ കാര്യം ഞാൻ നോക്കിക്കോളാം. അടുത്ത സെക്കൻഡ് തന്നെ ഇയോൻ അവിടെ നിന്ന് പോവുകയും ചെയ്യും. ഇതേ സമയം തന്നെ ആ ഒരു മൗണ്ട് ഹോട്ട്സെക്കിന്റെ ചീഫ് പറയുകയും ചെയ്യും, മൊയോങ് ഹൗസ് പിന്നെ മൗണ്ട് ഹോട്ട്സെക്കിന്റെ എല്ലാവരും തന്നെ എന്നെ ഫോളോ ചെയ്യേണ്ടതാണ് ഇപ്പോൾ തന്നെ എന്ന് പറഞ്ഞിട്ട് അവരായിട്ട് അവിടുന്ന് ചാടി പോകുന്നുണ്ട്. പെട്രേച്ച്, ഞങ്ങൾ
അവർക്ക് എത്ര ധൈര്യം കൊണ്ടിട്ടാണ് എൻ്റെ ടെറിട്ടറിയിൽ വന്ന് കളിക്കാൻ നോക്കിയത്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഇയോനാണ്. അവിടെയാട്ടെ പരസ്പരം എല്ലാവരും വഴക്കിട്ടോണ്ടിരിക്കുവാണ്. ചോകടാ ചോകടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ ഓരോരുത്തരായിട്ട് കണ്ടുപിടിക്കാൻ ശരിക്കും പാടാണല്ലോ. മാസ്റ്റർ, ഞാൻ അജുവിൻ്റെ റിയാലിറ്റി മോഡ് ഓണാക്കാം. ഈ ഹിപ്നോസിസ് ചെയ്യപ്പെട്ടവരെ കറക്റ്റായിട്ട് ടാർഗറ്റ് ചെയ്യാൻ സാധിക്കുമോ? ടാർഗറ്റിംഗ് ഹിപ്നറ്റൈസ് ഇൻഡിവിജ്വൽ. ഞാൻ അവരുടെ തലയിലേക്ക് തൊടുന്ന അടുത്ത നിമിഷം തന്നെ ഇലക്ട്രിക് ഷോക്ക് വേവ് നീ അയക്കണം. അണ്ടർസ്റ്റൂഡ്. പിന്നെ കാണുന്നത് അവിടെ നിന്ന് ഒരു തന്നെ തലയിലേക്ക് അവൻ വന്ന് തൊട്ടതാണ്. അടുത്ത സെക്കൻഡ് തന്നെ അവൻ കറണ്ട് അടിക്കുകയും ചെയ്യും. പിന്നെ കാണുന്നത് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരുടെയും ശരീരം കറണ്ട് അടിക്കുന്നതാണ്. നിസ്സാര സമയം കൊണ്ട് തന്നെ അവരെ എല്ലാവരും ഇയോൺ തൊട്ട് കഴിഞ്ഞു. അതേസമയം തന്നെ നമ്മുടെ സ്ട്രാറ്റജിസ്റ്റ് അവിടേക്ക് വരുന്നിടത്ത് അവൾ ഈ ഒരു കാഴ്ച കാണുന്നത് അത് ഈ കൾട്ടിന്റെ മൈനർ പ്രീസ്റ്റ് അല്ലേ? ഞാനിതെന്താണ് ഇവിടെ ചെയ്യുന്നത്? എനിക്കൊന്നും ഓർമ്മ കിട്ടുന്നില്ലല്ലോ. ഈ പയ്യൻ ഇവൻ ശരിക്കും ആരാണ്? അവനവരെ തുടർന്നത് അവർ കംപ്ലീറ്റ്ലി ഫ്രീ ആകുവാണല്ലോ ഹിപ്നോസിസിൽ നിന്ന്. പെട്ടെന്നാണ് ഇയോൺ അത് ശ്രദ്ധിച്ചത്. അടുത്ത സെക്കൻഡ് തന്നെ ഇയോൺ അവൻ്റെ തൊട്ട് ഫ്രണ്ടിലേക്ക് എത്തി. ഹയറപ്സും ബാക്കിയുള്ള ഡിമോണി കൾട്ടും എല്ലാവരും അത് ഇൻവോൾവ് ആകാനായിട്ട് തുടങ്ങി. ഇങ്ങനെയാണെങ്കിൽ എന്ന് പറഞ്ഞപ്പോൾ ഇയോൺ അവൻ്റെ കഴുത്തിനെ കയറി കുത്തി പിടിച്ചിട്ട് പൊക്കിയെടുത്ത് നിലത്തേക്ക് ഒരൊറ്റ അടി വെച്ച് കൊടുക്കും. നീ എന്താണ് ചെയ്തെന്ന് പറയാൻ പോയപ്പോൾ തന്നെ ഇയോൺ അവൻ്റെ കയ്യിൽ കയറി പിടിച്ച് എന്നിട്ട് തിരിച്ചങ്ങോട്ട് ഒട്ടിച്ചിട്ട് പറയുകയും ചെയ്യും, നീയൊക്കെ ഞങ്ങളുടെ സ്ഥലത്ത് കയറി വന്നിട്ട് ഞങ്ങളുടെ നേരെ തിരിയാൻ നോക്കുന്ന. ആ ടൈമിലാണ് നമ്മുടെ മൗണ്ട് ഹോസെക്കിൻ്റെ ആ ഒരു ചീഫ് ഇത് കാണുന്നത്. അവൻ ശരിക്കും ക്രൂവലുമാണ്, റൂത്ത്ലെസ്സുമാണ്. സോ ഇതാണല്ലേ ഡിമോണിക്കൾട്ട്. പറയടാ, നീ ആരാണ്? നാശം, ഞാൻ പെട്ടല്ലോ. എന്തായാലും ഇത് ജയിച്ചാലും ജയിച്ചില്ലെങ്കിലും ഞാൻ ഇതിനുവേണ്ടി പ്ലാൻ ചെയ്തിരുന്നതാണ്. അപ്പോൾ പിന്നെയൊന്നും പറഞ്ഞോണ്ട് അവൻ എൻ്റെ വാ തുറക്കുകയും ചെയ്യും. പക്ഷേ അവൻ്റെ വാവിനെ തിരിച്ച് അടക്കാൻ സാധിച്ചില്ലായിരുന്നു. നിന്നെ പോലുള്ള അവന്മാർ എപ്പോഴും ഇങ്ങനെ തന്നെ ആദ്യം തന്നെ സ്വയമേ ചാകാൻ നോക്കുമല്ലേ എന്നും പറഞ്ഞിട്ട് അവൻ്റെ വായിൽ നിന്ന് ആ ഒരു പോയിസൺസ് ആക്കുള്ള ആ ഒരു ടീത്ത് പറിച്ചെടുക്കുകയും ചെയ്യും. നീ തൽക്കാലം ഇവിടെ നിൽക്കി, നിന്നെ ഞാൻ വന്ന് കാണുന്നുണ്ട്. പക്ഷെ നീ നേരത്തെ സംസാരിച്ച ആ ഒരു ഇൻഡിവിജ്വലിനുണ്ടല്ലോ, അവനാണ് എനിക്കിപ്പോൾ കാണേണ്ടത്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ അക്കാഡമിയുടെ നോർത്ത് ഈസ്റ്റ് കോർണറിലുള്ള ആ ഒരു മാനുവൽ ലൈബ്രറിയാണ്. അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഗാർഡ്സും അവിടെ മരിച്ചു കിടക്കുകയായിരുന്നു. ഇതേ സമയം തന്നെ അണ്ടർഗ്രൗണ്ട് ഫ്ലോറിൽ 2 പേർ നിൽപ്പുണ്ടായിരുന്നു. ഇവിടെ എന്താണ് സംഭവിച്ചത്? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവർ ഈ വോള് കംപ്ലീറ്റ്ലി ബ്രേക്ക് ചെയ്ത് അകത്തേക്ക് കയറിയിരിക്കുന്നു. അറ്റ്ലീസ്റ്റ് ആ മെക്കാനിസം എന്തായാലും ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടോ? അത് കംപ്ലീറ്റ് ഇപ്പോൾ ബ്ലോക്ക് ആയിട്ടുണ്ട് സാഫയർ സ്റ്റോൺ കൊണ്ട്. ഇവരിപ്പോൾ പെട്ട് കിടക്കുവാണ്. ഇതേ സമയം എത്ര പെട്ടെന്ന് തന്നെ സാർ ലീനെ വിളിക്കണമെന്ന് പറഞ്ഞപ്പോഴാണ് ഒരു ശബ്ദം അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നത്. കണ്ടിട്ട് അവർ രക്ഷപ്പെടാൻ പോകുന്നതെന്നാണ് തോന്നുന്നത്. സാഫയർ സ്റ്റോൺ എന്ന് പറയുന്നത് ഒട്ടും നിസ്സാരമല്ല, അത്രത്തോളം സ്ട്രോങ്ങർ ആയുള്ള ഒരു മെറ്റലാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം സ്ട്രോങ്സ്റ്റ് എനർജി ഇല്ലാതെ ഇതിനൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. എങ്കിലും എനിക്കിതത്ര നല്ലതായിട്ട് തോന്നുന്നില്ല. ആ സമയത്ത് തന്നെ ആ സ്ഥലം തന്നെ നിന്ന് കുലുങ്ങാനായിട്ട് തുടങ്ങി. പെട്ടെന്ന് തന്നെ സാഫയർ സ്റ്റോണിൻ്റെ മുകളിലും ഒരു വലിയൊരു ക്രാക്ക് പ്രത്യക്ഷപ്പെട്ടു. ഇല്ല, ഇങ്ങനെ വരാൻ പാടില്ലെന്ന് പറഞ്ഞപ്പോഴാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ സാർലി അവിടേക്ക് വരുന്നതാണ്. പെട്ടെന്നാണ് അവൻ്റെ കൺമുമ്പിൽ നിന്നുകൊണ്ട് നമ്മുടെ മാനുവൽ ലൈബ്രറിയിൽ ഒരു വലിയൊരു എക്സ്പ്ലോഷൻ ഉണ്ടായത്. ഞാൻ അവിടേക്ക് പോകുവാണ്, എത്രയും പെട്ടെന്ന് മുന്നിലേക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവിടേക്ക് പോകുകയും ചെയ്യും. പിന്നെ കാണിക്കുന്നത് ആ പൊടിയുടെ ഒക്കെ ഉള്ളിൽ കൂടെ ഒരാളവിടേക്ക് നടന്ന് വരുന്നതാണ്. ഇവിടെ എന്താണ് ഈ സംഭവിച്ചത്? ആ സമയം അവൻ ശരിക്കും ഞെട്ടിത്തെറിച്ചു പോയി. കാര്യം 2 പേര് അവൻ്റെ മുമ്പിൽ നിൽപ്പുണ്ടായിരുന്നു. ഇവരെ 2 പേരെ ഞാൻ കണ്ടതാണ്. മുറുമലൻസിൻ്റെ ആ ഒരു ബോഡി ഗാർഡ്സ് എന്ന രീതിയിലാണ് ഇവരിവിടേക്ക് വന്നത്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഒരു നോർമൽ ബോഡി ഗാർഡ് എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻ അല്ല അവൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നത്. അവൻ എത്രത്തോളം ഡേഞ്ചറസ് ആണ് ഉള്ളത് പറയാലോ. ഞാൻ കംപ്ലീറ്റ്ലി ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു. ഇത്ര നല്ല സ്ഥലത്ത് ഇതേപോലത്തെ വീക്ക്ലിങ്സ് മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അറ്റ്ലീസ്റ്റ് ഇപ്പം എനിക്ക് ഫൈറ്റ് ചെയ്യാൻ ഒരാളെ കിട്ടിയിട്ടുണ്ട്. ഇതേ സമയത്ത് തന്നെ സാർലിൻ്റെ ബാക്കിയുള്ള ഫോളോവേഴ്സും അവിടേക്ക് എത്തി. അല്ല, ഇവിടെ എന്താണ് ഈ സംഭവിച്ചത്? അക്കാഡമിയിൽ ഒരു ഇൻട്രൂഡറോ? നീയൊക്കെ എന്ത് ചെയ്യുവാണ്? നീയൊക്കെ മാനുവൽ റൈബിളിലേക്കാണ് ചെന്നത്. കിടന്ന് കാറല്ലേ ആണെന്ന് നിനക്കൊക്കെ മനസ്സിലായി കാണുമല്ല. പിന്നെ എന്ത് ചെയ്യുവാണെന്ന്. അവിടെ മരിച്ചു കിടക്കുന്ന കുറേ എണ്ണമുണ്ട്, അതുങ്ങളുടെ പോയി തിരക്കാൻ നോക്ക്. ഡാടാ വേണ്ട, നിർത്ത്. സാർലി, തൽക്കാലം ഒന്ന് വെയിറ്റ് ചെയ്യടാ. നിങ്ങൾ മാനുവൽ ലൈബ്രറിയുടെ അണ്ടർഗ്രൗണ്ടിലല്ലേ തേടി വന്നത്? അപ്പം താങ്കൾക്ക് കാര്യം മനസ്സിലായി. നീ ചെല്ലി, ഞാൻ പതുക്കെ വന്നേക്കാം. എനിക്കൊന്ന് ഇവിടെ കുറച്ച് സമയം പെരുമാറാനുണ്ട്. അതിന് നിന്നെയൊക്കെ ഞങ്ങൾ വിട്ടിട്ട് വേണ്ടേ? എല്ലാവരും അറ്റാക്ക് ചെയ്യും. യെസ് സാറിന് പറഞ്ഞിട്ട് അവരെല്ലാവരും മുന്നിലേക്ക് പാഞ്ഞെടുക്കുകയും ചെയ്യും. ഇതേ സമയമാണ് അവനുള്ളിലേക്ക് ശ്വാസം വലിച്ചെടുക്കുന്നത്. എന്നിട്ട് ഓരോറ്റ ഊതാണ്. ആ ഊതിയ സമയത്ത് അവൻ്റെ മുമ്പിലുണ്ടായിരുന്ന സ്ഥലം തന്നെ 2ആയിട്ട് പിളർന്നു പോകുകയും
പലർക്കും തന്നെ ആ ഒരു ശബ്ദം അവിടെ വിറ്റ്സ്റ്റാൻഡ് ചെയ്യാനായിട്ട് പറ്റിയിരുന്നില്ല. നിന്റെ ചീപ്പല്ല ട്രിക്സ് ഞങ്ങളുടെ വിത്ത് വർക്ക് ചെയ്തില്ലെന്ന് പറഞ്ഞു ഒരുത്തിനവിടേക്ക് പാഞ്ഞെടുത്തു. ആ സമയത്ത് തന്നെ അവൻ പറയുകയും ചെയ്യും, അപ്പം കൂട്ടത്തിൽ നട്ടിലുള്ള കുറച്ച് പേരുണ്ടല്ലേ, പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ലടാന്ന് പറഞ്ഞിട്ട് അവൻ്റെ തല തന്നെ തിരിച്ച് ഒടിച്ച് കൊന്നു കളയുന്നുണ്ട്. നീയൊക്കെ എനിക്കെതിരെയാണ് നിൽക്കുന്നതെങ്കിൽ മരണം സുനിശ്ചിതമാണ്. ഇതേ സമയം ഒരുത്തരണ്ട പെട്ടെന്ന് അവനെ അറ്റാക്ക് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. എന്നാൽ 2 വിരലുകൾ കൊണ്ട് തന്നെ അവൻ്റെ സോഡ് അവൻ തടഞ്ഞു. അത് മനസ്സിലാക്കി അവൻ പെട്ടെന്ന് ബാക്കിലേക്ക് ഡോട്ട് ചെയ്ത് മാറി. ഇതൊട്ടും നല്ലതല്ല. എന്നാൽ അവന് ചിന്തിക്കാനുള്ള സമയം പോലും അവൻ കൊടുത്തില്ല. അവൻ്റെ തൊട്ട് ഫ്രണ്ടിലേക്ക് ആ ഒരു എനിമി പ്രത്യക്ഷപ്പെട്ടിട്ട് അവൻ്റെ ശരീരത്തിലേക്ക് തൻ്റെ കൈ കുത്തിയിറക്കി. ഒന്നും ചെയ്യാൻ പറ്റാതെ നിസ്സഹായതയോടെ അവനോടെ മരിക്കുകയാണ് ഉണ്ടായത്. ഇവിടെ വലിയ വ്യത്യാസമൊന്നുമില്ലല്ലോ. ആ ലൈബ്രറി പ്രൊട്ടക്ട് ചെയ്ത വീക്ക്ലിങ്സിനെ പോലെ തന്നെ. ആ കൊറോണത്തിന് എണ്ണം കുറഞ്ഞിട്ടുണ്ട്. നീ എന്തായാലും തൽക്കാലം പോയേക്ക്. യെസ് സാർ. അതിന് നിനക്ക് പോകാൻ ആരുടെ അനുവാദം തന്നു പറഞ്ഞിട്ട് പെട്ടെന്നാണ് സാർലി അവിടേക്ക് പാഞ്ഞു വന്നത്. എന്നാൽ അദ്ദേഹം ചെയ്ത അറ്റാക്കിനെ ആ ഒരു എനിമി കൗണ്ടർ അറ്റാക്ക് ചെയ്തു. ഈ ഒരു ഷോക്ക് വേവ് കാരണം തന്നെ സാർലി ശരിക്കും ബാക്കിലേക്ക് തെറിച്ച് പോകുന്നുണ്ട്. അനുവാദമോ ഞാൻ കൊടുത്ത് കഴിഞ്ഞിരിക്കുന്നു. അവൻ ശരിക്കും ക്യുക്കാണ്. ഞാൻ പ്രതീക്ഷിച്ചതിലും ഞാൻ അവനെ കംപ്ലീറ്റ്ലി ഫോക്കസ് ചെയ്തിരിക്കണം. അപ്പം ഞാൻ വിചാരിച്ചതുപോലെ തന്നെ നീ അത്ര വലിയ ആളൊന്നുമല്ല. ഡിമോണിക്കൾട്ട് എന്നൊക്കെ പറയാൻ നേരത്ത് ഞാൻ കുറേ കാര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഇവിടെ മുഴുവൻ വീക്ക്ലിങ്സ് മാത്രമേ ഉള്ളൂ. ഞാൻ കംപ്ലീറ്റ്ലി ഡിസപ്പോയിൻറ്റഡ് ആണ്. നീ ആരാടാ? അടുത്ത സെക്കൻഡ് തന്നെ അവൻ സാർലിയുടെ തൊട്ട് ഫ്രണ്ടിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പറയും ചെയ്യും, ചാകാൻ പോണവൻ എന്തിനാടാ എന്നെപ്പറ്റി തിരക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഒരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ സാർലി പെട്ടെന്ന് തന്നെ അതെല്ലാം ബ്ലോക്ക് ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഓരോ അറ്റാക്കും കംപ്ലീറ്റ്ലി പ്രിസൈസ് ആയിരുന്നെങ്കിൽ കൂടി ആ ഒരു എനിമി അത്രത്തോളം സ്ട്രോങ്ങർ ആയിരുന്നു. അവൻ ചോദിക്കുകയും ചെയ്യും, എന്താടാ ഇത്രയുള്ളോ നിനക്ക്? അവൻ ശരിക്കും സ്ട്രോങ്ങറാണ്. അവൻ ഏതൊരു ആസ്പെക്റ്റിൽ നോക്കിയാലും എന്നെ കംപ്ലീറ്റ്ലി ഓവർലോൺ ചെയ്തിരിക്കുകയാണ്. ഞാൻ ഡിഫൻസിൽ നിന്നാൽ മാത്രം പോരെന്ന് പറഞ്ഞിട്ട് സാർലി തൻ്റെ ആദ്യത്തെ ഒഫൻസീവുള്ള അറ്റാക്ക് അവിടെ യൂസ് ചെയ്തു. അങ്ങനെ തന്നെ ഒരു റിയൽ ഫൈറ്റിന് വേണ്ടിയിട്ട് ഞാനും കാത്തിരുന്നെന്നും പറഞ്ഞിട്ട് അവർ തമ്മിലുള്ള ആ ഒരു ഫൈറ്റ് അവിടെ സ്റ്റാർട്ട് ചെയ്യുവാണ്. എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാതെ മറ്റൊരു ആംഗിളിൽ നിന്ന് പെട്ടെന്ന് സാർലിയുടെ നേരെ ഒരു അറ്റാക്ക് വരും. അവനാട്ടെ അത് ബ്ലോക്ക് ചെയ്യുകയും ചെയ്യും. ഈ ഒരു ആംഗിളിൽ നിന്നൊരു അറ്റാക്കോ? ഞാനത് ഒട്ടും പ്രതീക്ഷിച്ചില്ല. അത് മാത്രമല്ല അതൊരു ഫിസ്റ്റ് ടെക്നിക്കാണെന്നല്ലോ പറഞ്ഞപ്പോൾ തന്നെ 3 ജാവ് പെട്ടെന്ന് അവിടേക്ക് വന്ന് സാർലിനെ കംപ്ലീറ്റ്ലി അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അവസാനമായിട്ട് ഒരു പവർഫുൾ പഞ്ചും കൂടെ കൊടുത്ത് അദ്ദേഹത്തിനെ ദൂരത്തേക്ക് തെറിക്കുകയും ചെയ്യും. ചോരയൊക്കെ ഛർദ്ദിച്ചുകൊണ്ട് അത് എങ്ങനെയൊക്കെ അവിടെ മുട്ടുകുത്തി നിൽക്കും. നീ ബെർസറക് സേബർ വേറൊരു സെല്ലിലുള്ളതല്ലേ അല്ലേന്ന്? അതെന്താണ് നീ അങ്ങനെ പറഞ്ഞത്? നീ യൂസ് ചെയ്ത ടെക്നിക്ക് അതൊരു ഫിസ്റ്റ് ടെക്നിക്കായിരിക്കാം, പക്ഷേ അതെങ്ങനെ പോയാലും ആ ഒരു സേബർ ടെക്നിക്കോട്ട് ശരിക്കും സിമിലറാണ്. നീ ശരിക്കും ഇൻട്രസ്റ്റിംഗ് ഉള്ള ഒരുത്തനാണ് കേട്ടോ. അതെ, നീ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ പേര് ഹ്യൂൺസ. ഞാൻ മാസ്റ്റർ ഓഫ് ദി സേബർ ഫിസ്റ്റാണ്. ഞാനിത് മനസ്സിലാക്കണമായിരുന്നു. ഞാൻ എങ്ങനെ പോയാലും ബാക്കിയുള്ള കൾട്ട് മെമ്പേഴ്സിൻ്റെ ഇടയ്ക്ക് ഇത് അറിയിക്കണം. ഞാൻ എങ്ങനെ പോലും കുറച്ച് നേരമെങ്കിലും ഇവിടെ പിടിച്ചു നിൽക്കണം. അപ്പം എങ്ങനെയാ നിന്റെ സമയമെടുത്തെന്ന് പറഞ്ഞപ്പോഴാണ് ഒരു സാധനം അവൻ്റെ നേരെ തെറിച്ചു വന്നത്. അവനട്ടെ പെട്ടെന്ന് അത് പിടിക്കുകയും ചെയ്യും. ആ സമയത്താണ് അവൻ ശരിക്കും ഞെട്ടിത്തെറിച്ചു പോയത്. അല്ല, ഇത് നേരത്തെ നീ സംസാരിച്ചില്ലേ, അവനാണ്. പിന്നെ കാണിക്കുന്നതാണ് നമ്മുടെ ഇയോൺ ചിയോൺ. അവനെ കാത്തവിടെ നിപ്പുണ്ടായിരുന്നു. മൈനർ പ്രീസ്റ്റോ? അല്ല, ഇത് മൈനർ പ്രീസ്റ്റ് ആണെങ്കിൽ അവനവിടെ ഗ്രാൻഡ് ബാങ്ക്വറ്റ് ഹോളാണല്ലോ കാണേണ്ടത്. ഇവിടെ എന്താണ് ഇനി എങ്ങനെ ബാക്കിയുള്ളവർ നമ്മുടെ പ്ലാൻസ് റിവീൽ ചെയ്തോ? അങ്ങനെ വരാൻ വഴിയില്ല. അതിനു മുമ്പ് നീ ചാകടാന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് സാർലീനെ അവൻ അറ്റാക്ക് ചെയ്യാനായിട്ട് പോകുകയും നമ്മുടെ ഇയോനോടെ അവിടേക്ക് റഷ് ചെയ്ത് വന്ന് അതിനെ കൗണ്ടർ ചെയ്യുന്നുമുണ്ട്. അതുകൊള്ളാം, നീ അത് ബ്ലോക്ക് ചെയ്തോ? എങ്കിൽ ഇതൊന്നും ചെയ്യണമെന്ന് പറഞ്ഞിട്ട് വീണ്ടും ഒരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്യും. എന്നാൽ ഇയോനോട്ടെ അതും ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. ഒരു സെക്കൻഡെങ്കിലും ഞാനിവിടെ എൻ്റെ സ്ട്രെങ്ത് കുറച്ച് കഴിഞ്ഞാൽ സാർലി ഉറപ്പായിട്ടും മരിക്കും. ഇതെനിക്ക് ഷീറുള്ള ഫിസിക്കൽ സ്ട്രെങ്ത് കൊണ്ട് മാത്രമേ സർപ്പാസ് ചെയ്യാൻ പറ്റൂ എന്ന് പറഞ്ഞിട്ട് അവനൊരു കൗണ്ടർ അറ്റാക്ക് അങ്ങോട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു അറ്റാക്കിൻ്റെ പവർ കാരണം തന്നെ ശരിക്കും ബാക്കിലേക്ക് തെറിച്ച് പോവുകയും ചെയ്തു. അവനവൻ്റെ ഇൻ്റർണൽ പവേഴ്സ് കൊണ്ടല്ല, പകരം ഷീറുള്ള ഫിസിക്കൽ സ്ട്രെങ്ത് കൊണ്ടാണ് എന്നെ പുഷ് ചെയ്തത്. മാസ്റ്റർ, താങ്കളുടെ ഉള്ളിൽ ഇമൻസ് ഉള്ള ഒരു എനർജി കടന്നു കയറി കംപ്ലീറ്റ്ലി ഓർഗൻ ഫെയിലിയർ ആയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ റീജറേറ്റ് ചെയ്യിപ്പിക്കുന്നു. എന്തായാലും കുഴപ്പമില്ല, അവനിപ്പോൾ കംപ്ലീറ്റ്ലി ഇൻ്റർണലി വൂണ്ടഡ് ആയിരിക്കും. സാർലി, താങ്കൾ ഓക്കെ അല്ലേ?
എനിക്ക് അനങ്ങാൻ സാധിക്കുന്നുണ്ട്. എങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ പെട്രേച്ചും പിന്നെ ബാക്കിയുള്ള എൽഡേഴ്സിൻ്റെ അടുത്തേക്ക് ചെല്ലി. ഞാനിവിടെ തന്നെ കാണും. അവരെന്തായാലും അക്കാഡമിയുടെ ആ ഒരു ഭാഗത്ത് തന്നെയുണ്ട്. ആ സമയത്ത് ഇവൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. യെസ് മൈ ഡിയർ പ്രീസ്റ്റ്. അത് കൊള്ളാം. അതിന് ഇവനാരാണ് അനുവാദം കൊടുത്തത് ഇവിടുന്ന് പോകാനായിട്ട്? താങ്കളൊന്ന് വെയിറ്റ് ചെയ്യും, ഞാൻ പെട്ടെന്ന് വരുന്നതുകൊണ്ട് സാർലി അവിടുന്ന് പോവുകയും ചെയ്യും. അടുത്ത സെക്കൻഡ് തന്നെ സാർലിയുടെ തൊട്ട് ഫ്രണ്ടിലെത്തി. ഞാൻ നിനക്ക് അനുവാദം തന്നടാ പോകാനായിട്ട്. പെട്ടെന്നാണ് ഇവൻ അവൻ്റെ ഇടക്ക് കയറി വന്നത്. ഇത് കണ്ടപ്പോൾ തന്നെ അവൻ ബാക്കിലേക്ക് ഡോട്ട് ചെയ്ത് മാറിട്ട് സാർലിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ ആ ഒരു അറ്റാക്കും ഈ ഒരു കംപ്ലീറ്റ്ലി ഡിഫ്ലക്ട് ചെയ്ത് കളയും. അങ്ങനെ അവർ രണ്ടുപേരും മുഖാമുഖം വന്ന് നിൽക്കുവാണ്. നീ വീണ്ടും? അതെ, ഞാൻ തന്നെ. ഞാനാണ് നിന്റെ ഓപ്പോണൻറ്റ്. അതും പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത്.